السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن معقل بن يسار رضي الله عنه أن رسول الله صلى الله عليه وسلم قال: والذي نفسي بيده للشرك أخفى من دبيب النمل ألا أدلك على شيء إذا فعلته أو إذا قلته ذهب عنك قليله وكثيره قل اللهم إني أعوذ بك أن أشرك بك وأنا أعلم وأستغفرك لما لا أعلم. റവാഹു അൽ ബുഖാരി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയതും വിശ്രുത പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുല്ലാ സഹീഹായി രേഖപ്പെടുത്തിയതുമായ ഹദീസിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത്. ഷിർക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് ഗുരുതരമായൊരു വീഴ്ചയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുക എന്നുള്ളത് തൗബ ചെയ്യാതെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് തന്നെ പറയാം. വളരെ കണിശമാണ് ആ കാര്യം. ഏതൊരു വ്യക്തിയിൽ നിന്നായിരുന്നാലും അത് വളരെ ഗൗരവമാണ്. ചിലപ്പോഴൊക്കെ അതിനോട് വളരെ നിസ്സാരമായൊരു തോന്നൽ പല ആളുകൾക്കും തോന്നാറുണ്ട്. ലോകത്തിലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് സുമറിലെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയാം: വലഖദ് ഊഹിയ ഇലൈക, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾക്ക് ഞാൻ വഹയി നൽകിയിട്ടുണ്ട്. വ ഇലല്ലദീന മിൻ ഖബ്ലിക, 1,00,000-ലധികം പ്രവാചകന്മാർ അമ്പിയാക്കളും മുർസലുകളുമായി ഈ ലോകത്ത് വന്നിട്ടുണ്ട് എന്ന ഹദീസിൻ്റെയൊക്കെ ഭാഷകളിൽ മനസ്സിലാക്കാൻ കഴിയും. അവർക്കൊക്കെ നൽകിയത് എന്താണ്? ലഇൻ അശ്റകത, നിങ്ങൾ ഏതൊരു പ്രവാചകനാണോ ഉള്ളത്, ആദ്യത്തെ റസൂലായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഓരോ പ്രവാചകനെയും മാൻ ടു മാൻ മാർക്ക് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ലഇൻ അശ്റകത, താങ്കൾ ശിർക്ക് ചെയ്താൽ. ഇനി അതിനേക്കാൾ വലിയ ആളല്ലല്ലോ. എന്തായിരിക്കും അവസ്ഥ? ലയഹ്ബതന്ന അമലുക, ഹജ്ജ് ചെയ്തു, നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, സക്കാത്ത് കൊടുത്തു, ഖുർആൻ ഓതി, എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിഞ്ഞു അതൊക്കെ ചെയ്തു. എല്ലാം വൈക്കോൽ കൂന പോലെ ഇങ്ങനെ കൂട്ടി 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 വെച്ച് ഏറ്റവും അവസാനം ഒരു തീപ്പെട്ടിക്കുള്ളിലെടുത്ത് കത്തിച്ചാണ്ട് ഉണ്ടാവുന്ന അതേ രൂപത്തിലെല്ലാം ചാമ്പലായിപ്പോവും. ലയഹ്ബതന്ന അമലുക. ഹബത്ത എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. നമ്മളൊക്കെ പഴയ കാലത്തൊക്കെ മണ്ണിൻ്റെ പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ ചില്ലിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുക. ഒരു ഗ്ലാസ് കയ്യിൽ നിന്ന് തറയിലേക്ക് വീണാൽ പൊട്ടിയാൽ ചിന്ന ഭിന്നമാകുന്നത്. ഇതുപോലെയാണ് പളുങ്ക് സമാനമായ ജീവിതത്തിൽ അവനവൻ ചെയ്തു കൂട്ടിയ ഇബാദത്തും അമലുകളും ഒക്കെ. ഷിർക്കാകുന്ന കയ്യിൻ്റെ ലൂസ് ഉണ്ടല്ലോ, ആ ഒരു നിസ്സാരത എപ്പോൾ സംഭവിക്കുന്നുവോ ആ ഗ്ലാസ് താഴെ വീണ് ചിന്ന ഭിന്നമായി. സമാധാനിക്കുക, അമലുകളല്ലേ പോകുള്ളൂ എന്നുള്ളത് ഇല്ല. ബാക്കിയുള്ള പഠിപ്പിച്ചെന്താ? ലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുന്നതാണ്. എല്ലാം നശിച്ച് നഷ്ടക്കാർക്ക് കിട്ടുന്നത് നരകമാണല്ലോ, അതിൽ ചെന്ന് പതിക്കേണ്ടി വരും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂലിനോട് താക്കീത് ചെയ്തതെങ്കിൽ സാധാരണക്കാരായ നമുക്കൊന്നും അങ്ങനെ അധികം ഓവർ കോൺഫിഡൻസ്, അമിത ആത്മവിശ്വാസം കൈവരിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തി പറയാം. എന്നിട്ട് പറഞ്ഞു: വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ അള്ളാഹു തന്നെയാണ് സത്യം. ലശ്ശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ നംൽ, ഒരു കറുത്ത ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ ഷിർക്ക് ഇഴഞ്ഞ് എത്തുക തന്നെ ചെയ്യും. അലാ അദുല്ലുക അലാ ഷൈഇൻ ഇദാ ഫഅൽതഹു ഔ ഖുൽതഹു, നീ ഒരു കാര്യം ചെയ്യുകയോ പറയുകയോ ചെയ്താൽ ദഹബ അൻക ഖലീലുഹു വ കസീറുഹു, നിന്റെ പക്കലുള്ള ചെറുതോ വലുതോ ആയ ഷിർക്കിൻ്റെ അംശങ്ങൾ മുഴുവൻ പോവുക തന്നെ ചെയ്യും. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. തീർച്ചയായും നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ അറിവില്ലായ്മ കൊണ്ട്, അതല്ലെങ്കിൽ ഒരു നിർബന്ധിതമായ സാഹചര്യം കൊണ്ടൊക്കെ ഷിർക്ക് ചെയ്തു പോകാൻ സാധ്യതയുള്ള ആളുകളായിരിക്കാം. ആ കഴിഞ്ഞു പോയത് എന്തു ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു പോംവഴി പരിഹാരമായിട്ട് പഠിപ്പിച്ചത്: ഖുൽ, നീ പറയുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലമു, അല്ലാഹുവേ, ഞാൻ അറിഞ്ഞ് ചെയ്തത് എനിക്കറിയാമായിരുന്നു, പക്ഷെ ഞാൻ ന്യായീകരിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ എനിക്ക് പിന്നീടാണ് ഷിർക്കാണെന്ന് ബോധ്യമായിരുന്നു. എന്തൊരു പരിഹാരമാർഗം? അള്ളാഹുവിനോട് തെറ്റുകൾ സമ്മതിക്കുക. അല്ലാഹുവേ, ഇന്നി അഊദു ബിക
അൻ ഉശ്രിക ബിക വഅന അഅലമു, ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ശിർക്ക് ചെയ്യാൻ സാധ്യതയുള്ളതോ ആയ കാര്യങ്ങളിൽ നിന്നൊക്കെ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. വഅസ്തഗ്ഫിറുക, നിന്നോട് ഞാൻ തെറ്റിനെ പുറത്തു തരാൻ വേണ്ടി അപേക്ഷിക്കുന്നു. ലിമാല അഅലമു, ഞാൻ അറിയാതെ ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ ചെയ്തു പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നു പോകാൻ സാധ്യതയുള്ള എല്ലാവിധ ശിർക്കിൽ നിന്നും രക്ഷപ്പെടാൻ ഇത് നീ പറഞ്ഞാൽ നിന്നിൽ ചെറുതാകട്ടെ വലുതാകട്ടെ വന്നുപോയതാകട്ടെ വരാനുള്ളതാകട്ടെ മുഴുവൻ ശിർക്കിൻ്റെ അംശങ്ങളും നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കില്ലാത്ത മുശ്രിക്കല്ലാത്ത മുവഹിദായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുകയും ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വഹദാനിയത്ത് പ്രഖ്യാപനം ചെയ്തുകൊണ്ട് കണ്ണടയ്ക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മാനുഷികമായി വന്നുപോയ എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു പരിഹരിച്ച് പുറത്ത് മാപ്പാക്കി മറച്ചു വെച്ച് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന എല്ലാ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹ്ഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നിലനിർത്തുന്ന നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ തഖ്വ കാത്തു സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.